ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലാണ് ഒരു മീൻ കറി, കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഈ മീൻ എന്താണെന്ന് വെച്ചാൽ ഇത് വെളാമീനാണ്, വെളാമീൻ. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇതാ നമ്മുടെ വെളാമീനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. എൻ്റെ നാക്കൊക്കെ കണ്ടില്ലേ, ഞാൻ ഇതിൻ്റെ ചിറകൊക്കെ കണ്ടിച്ച് കളയണേണ് കത്രിക വെച്ച്. പിന്നെ ഉണ്ടല്ലോ ആ ചെതമ്പൽ ഞാനിങ്ങനെ അരിഞ്ഞാണ് കേട്ടോ കളയണത്, ചെത്തിയാണ് കളയണത്. ചെതമ്പൽ ഇങ്ങനെ കളയത്തില്ല, ചെത്തിയാൽ പിന്നെ നമുക്കത് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് പോന്നോളും. അപ്പോൾ ചെത്തുമ്പോൾ സൂക്ഷിക്കണം, അതിൻ്റെ മാംസവും ചെത്തിയെടുക്കരുത്. കണ്ടോ, ഇതെല്ലാം ചെത്തിക്കഴിഞ്ഞു. ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അടപ്പത്താണ് ഇന്നത്തെ കറി. ആവശ്യത്തിന് വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ കടുക്, അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ, കറിവേപ്പില ഫ്രഷ് ആയിട്ടുള്ളത്, ഒരു പിടി ഇഞ്ചി ചതച്ചത്, ഒരു പിടി വെളുത്തുള്ളി ചതച്ചത്, എല്ലാം കൂടി ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളക് കീറിയത്, ഇത് എരിവെള്ള പച്ചമുളകാണ്. എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. എന്തോരം നമുക്ക് ചേർക്കാൻ പറ്റുമോ അത്രയും ചേർത്ത് കൊടുക്കാൻ, നല്ല ടേസ്റ്റാണ്. ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അത് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞതാണ് കേട്ടോ. അതൊന്ന് വഴറ്റി കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ആ ഉള്ളിക്കൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ ആ കളർ ഇപ്പോൾ ദേ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, എല്ലാം കൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. സാധാരണ ചില്ലി പൗഡർ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയേ, അതായത് എരിവുള്ളതാണെങ്കിൽ. ഇത് കാശ്മീരി ആയതുകൊണ്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വന്ന വരെ നമുക്കൊന്ന് വഴറ്റാം. അപ്പോൾ അതേ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് പുളിയുടെ വെള്ളമാണ്, ചൂടുവെള്ളത്തിൽ പുളി ഇട്ട് വെച്ച ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ആ പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ആ പുളിയുടെ ശരിക്കും ഒന്ന് അതിൻ്റെ സത്തൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യും. ഇതാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. ഇനി ഇത് തിളച്ച് വന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മൾ തിളച്ചപ്പോഴേക്കും മീൻ ആഡ് ചെയ്ത് കൊടുത്തു. ഓരോ കഷ്ണമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ തവി വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. അത് 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പച്ചവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റും കൂടി ചെറിയ തീയിൽ നമ്മളൊന്ന് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇതാ നമ്മുടെ ചാറ് കണ്ടോ, നല്ല കട്ടിയുള്ള ചാറാണ് കിട്ടിയത്. അപ്പോൾ 15 മിനിറ്റോളം ഞാൻ ഈ മീൻ വേവിച്ചെടുത്തേ കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറി, കോട്ടയം സ്റ്റൈൽ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ചോറും കൂട്ടി കഴിക്കാം. അപ്പോൾ ചപ്പാത്തിനെ കൂടിയും ട്രൈ ചെയ്യാം. എല്ലാവർക്കും ഈ മീൻ കറി ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഓൾ.